അപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമുക്ക് നല്ലൊരു പ്രതിഭാസം കാണാൻ കിട്ടിയായിരുന്നു. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഒരു പ്രതിഭാസം. അത് ഒരുതരം പാറ്റേണിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഞാൻ ഒരാഴ്ച മുമ്പ് ലോവർ ലോസ്, ലോവർ ഹൈസ് എന്ന് പറഞ്ഞ ഒരു പാറ്റേണിനെ പറ്റി സംസാരിച്ചായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർ ഈ പ്രതിഭാസത്തെ കണ്ടിട്ട് ചിരിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നൊന്നും ചിന്തിക്കത്തില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ പോയി തീർച്ചയായിട്ടും കാണണം. എന്നെങ്കിലേ ആ പാറ്റേൺസിനെ പറ്റി ഇച്ചിരൂടെ നിങ്ങൾക്ക് കൂടുതൽ ഗ്രാഹ്യം കിട്ടത്തുള്ളൂ. പക്ഷേ ഈ വീഡിയോ അതിനു വേണ്ടിയുള്ളതല്ല. ഈ വീഡിയോ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ട്രംപ് സാറിന്റെ ടാരിഫ് ഒന്നും ട്രേഡ് വാർ അങ്ങ് മൂർധന്യ അവസ്ഥയിലോട്ട് അങ്ങ് ചരമത്തിലോട്ട് കയറിപ്പോയിരിക്കുകയാണ്. ട്രംപ് പറയുന്നതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ജി ജിൻപിങ് പറയുന്നത്. അന്നേരം അത് നമുക്ക് ലോകത്തിലെ എക്കണോമിയിൽ എല്ലാം എഫക്റ്റ് ആകും. പക്ഷേ ഹൗ ക്യാൻ യു ബി മോർ ഇൻസുലേറ്റഡ് ഫ്രം അതേഴ്സ്, അതിനെപ്പറ്റി സംസാരിക്കുവാനാണ്. അധികം സമയം നിങ്ങളുടെ വേസ്റ്റ് ചെയ്യത്തില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ഷോ. അപ്പോൾ നമ്മൾ ചില ഫാക്ട്സ് അംഗീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. റിസഷൻ തീർച്ചയായിട്ടും വരുമെന്നുള്ള രീതിയിലാണ് പല ഗ്ലോബൽ ബ്രോക്കറേജസ് ഹൗസസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. JP Morgan Chase, S&P ഗ്ലോബൽ, ബാർക്ലേസ് ബാങ്ക്, ഗോൾഡ്മാൻ സാക്സ് ഇവരെല്ലാം പറയുന്നത് വി ആർ ഹെഡിങ് ഫോർ എ റിസഷൻ. റിസഷൻ എന്താണ്? റിസഷൻ 2 quarters ഓഫ് നെഗറ്റീവ് ഗ്രോത്തിനെയാണ് റിസഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മാർച്ചിന്റെ എൻഡ് ആയ ക്വാർട്ടറിനെ പറ്റി നമ്മൾ അധികം സംസാരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഈ ടാരിഫ് ഇംപ്ലിമെന്റ് ചെയ്ത് ഏപ്രിൽ 9 ഇന്നാണ് ടാരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ചെയ്ത് കാണും. ഈ ക്വാർട്ടറിലും അടുത്ത ക്വാർട്ടറിലും നെഗറ്റീവ് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ റിസഷൻ എന്ന് പറയും. അന്നേരം അറ്റ്ലീസ്റ്റ് ടിൽ ഒക്ടോബർ നമ്മൾ ഒരു വോളറ്റൈൽ ടൈമിലോട്ട് കയറുകയാണ്. ടിൽ ഒക്ടോബർ 2025 അങ്ങനെ ഫേക്ക് റാലീസ് വരും, ഫേക്ക് ബെയർ റൺസ് വരും. പക്ഷേ ഓൺ ആൻഡ് ഓവറോൾ നമ്മൾ ഒരു ബെയർ മാർക്കറ്റിലോട്ട് തന്നെ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നിഫ്റ്റി ഇപ്പോഴത്തെ നിലയിൽ 13-14% ഉള്ളൂ ഡൗൺ. അതൊരു കറക്ഷൻ ഫേസ് പ്ലസ് രീതി വരും. പക്ഷേ നമുക്ക് അതിനെപ്പറ്റി ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. ഇറ്റ് മേ ഗെറ്റ് ഇൻ ടു ദ ബെയർ ടെറിട്ടറി. നമ്മുടെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം ബെയർ ടെറിട്ടറി കയറി കിടക്കുകയാണല്ലോ. അന്നേരം പിന്നെ നമ്മുടെ ലാർജ് ക്യാപ്പും കൂടെ പയ്യെ ബെയറിലോട്ട് പോകുന്നതിനകത്ത് വലിയ ആശ്ചര്യവും അത്ഭുതവും ഒന്നും തോന്നേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ടാരിഫിന്റെ വാറിനകത്ത് ചൈനയും ട്രംപുമാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ട്രംപിനോട് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് 0-0 ടാരിഫ് വെക്കാമെന്നുള്ള കാര്യം. അതിന്റെ അർത്ഥം നേരത്തെ യൂറോപ്യൻ യൂണിയൻ ആവശ്യം പോലെ ടാരിഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രംപ് ഏറ്റുമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് നമുക്ക് 0-0 ആക്കാം, ഞാനും ടാരിഫ് എടുക്കുന്നില്ല, നീയും ടാരിഫ് എടുക്കണ്ട. അങ്ങനെ വിയറ്റ്നാമും കൂടെ ചെന്നിട്ട് പറഞ്ഞു, എവിടാ അമേരിക്കയിൽ നമുക്ക് 0-0 ടാരിഫ് വെക്കാമെന്ന് പറഞ്ഞു. അമേരിക്കയിലെ കൊമേഴ്സ് സെക്രട്ടറി പറഞ്ഞു ആ പണി പോക്കറ്റ് വെച്ചേക്കാൻ പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? ബിക്കോസ് വിയറ്റ്നാം ചൈനയുടെ ഒരു പ്രോക്സിയാന്നുള്ള കാര്യം നമുക്കറിയാം. ബിക്കോസ് ചൈനയുടെ ഗുഡ്സ് വിയറ്റ്നാം വഴി റീറൂട്ട് ചെയ്യും. ഇപ്പോൾ 0-0 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്നറിയാമോ? ചൈനയും മൗനമായിട്ടിരിക്കും. പയ്യെ ഈ വിയറ്റ്നാമിനും വല്ലതും കമ്മീഷൻ കൊടുത്തിട്ട് അത് വഴി റീറൂട്ട് ചെയ്യാൻ നോക്കും. അത് അമേരിക്കയിലെ കൊമേഴ്സ് സെക്രട്ടറിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു അത് പറ്റത്തില്ല, നമുക്ക് നിങ്ങളുമായിട്ട് ഡയറക്റ്റ് വേറെ വല്ല ഡീലിംഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം, അല്ലാതെ ഈ 0-0 പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മൂവ്മെന്റിലാണ്. അന്നേരം ഇന്ത്യയും റിസഷനിലോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഭാവമായിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഈ അമേരിക്കൻ മാർക്കറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുമായിട്ട് അത്ര ഇഴകി ചേരാത്തത് കൊണ്ട് ഇച്ചിരി കുറവേ എഫക്റ്റ് വരുത്തുള്ളൂ. ബട്ട് ടിൽ ഒക്ടോബർ 2025 ഓർ ടിൽ ഡിസംബർ 2025 വി ആർ ഇൻ എ വോളറ്റൈൽ അൺപ്രഡിക്റ്റബിൾ മാർക്കറ്റ്. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം. അത്യന്താപേക്ഷിതമായിട്ട് 4 മേജർ ബുള്ളറ്റ് പോയിന്റ്സ് ഞാൻ പറയാൻ പോവാണ്. ആദ്യത്തെ കാര്യം, ഹോൾഡ് ടൈറ്റ്, ഡോണ്ട് പാനിക്. ഇപ്പോൾ നിങ്ങളുടെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അധികമായിട്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ആവറേജ് ചെയ്യരുത്. ബിക്കോസ് അത് ബ്ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആവറേജ് ചെയ്ത് നിങ്ങളുടെ ആ പോക്കറ്റിലെ കാശെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പം നമ്മളെ പ്രതീക്ഷിച്ച രീതിയിൽ തിരിച്ചു വന്നെന്ന് വരുത്തില്ല. സോ ഡോണ്ട് ആവറേജ് ഓൺ ബ്ലീഡിങ് സ്റ്റോക്സ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റിയിലെ സ്റ്റോക്സ് ആണ്, ലാർജ് ക്യാപ് സ്റ്റോക്സ് ആണ്, അതിനകത്ത് സ്വല്പമൊക്കെ ആവറേജ് ചെയ്യാണ്. അത് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ക്യാഷ് ഈസ് കിങ്. നമ്മൾ
ഈ നമ്മുടെ ലിക്വിഡ് സ്റ്റോക്സ് ഉണ്ടല്ലോ, ലിക്വിഡ് ആയിട്ടിരിക്കുന്ന സാധനം, അത് നമ്മുടെ കയ്യിൽ എക്സസ് ഉണ്ടെങ്കിൽ നമ്മളത് ബോണ്ട്സിൽ കൊണ്ടിടുകയാണ്. ബോണ്ട് മാർക്കറ്റ് സ്റ്റേബിൾ ആണ്, പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ നിങ്ങൾക്കിപ്പം ഗോൾഡിലോട്ട് കൊണ്ടിടുവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ഈവൻ ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്, ബിക്കോസ് ഗോൾഡ് ഇസ് എ റൈസിങ് മാർക്കറ്റ്. പക്ഷേ ഗോൾഡ് റൈസിങ് മാർക്കറ്റിലാണെങ്കിൽ പോലും ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, ഈ സ്റ്റോക്സ് റിസഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ഗോൾഡ് ഇങ്ങോട്ട് പോകും. അന്നേരം നിങ്ങൾ ഈ സ്റ്റോക്സ് തിരിച്ചു വരുമ്പം അവിടുന്ന് ഗോൾഡ് വിൽക്കുവാനായിട്ട് മറക്കരുത്. അല്ലെങ്കിൽ ഗോൾഡും താഴോട്ടും വരും, പിന്നെ നിങ്ങൾക്ക് ഒരു ലാഭവും കിട്ടത്തില്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പോയിന്റ്. പിന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഓൺ ഡിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ SIP ചെയ്യുകയാണ്, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നല്ല സ്റ്റോക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിപ്സിൽ നിങ്ങൾ വാങ്ങണം. ബട്ട് ലംസമായിട്ട് വാങ്ങരുത്, ബിക്കോസ് ആ മാർക്കറ്റ് ഇപ്പോഴും ആ ബോട്ടം ഔട്ട് ചെയ്തിട്ടില്ല. ഈ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എഴുതി കുറിച്ച് വെച്ചിരിക്കണം. അവിടുന്ന് മാറാൻ പാടില്ല. ഇപ്പോൾ അടുത്ത ഒരു സെക്ഷനിലോട്ട് നമുക്ക് പോകാം. ഈ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈവൻ സ്റ്റോക്സിലും ചിലത് സേഫാണ്, അൺസേഫാണ്. ഇൻ എ മാർക്കറ്റ് ലൈക്ക് ദിസ്, ഈ ടാരിഫ് വാർ നടക്കുന്ന ഒരു മാർക്കറ്റിൽ ചിലത് സേഫാണ്, ചിലത് അൺസേഫാണ്. അന്നേരം സേഫായിട്ടുള്ള ചില സ്റ്റോക്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം. FMCG സ്റ്റോക്സ്, ജസ്റ്റ് ലൈക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, വരുൺ ബീവറേജസ് ലിമിറ്റഡ്, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്സ് ഉണ്ടല്ലോ, FMCG സ്റ്റോക്സ്, അത് നിലനിൽക്കും. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ ഡെയിലി കാര്യത്തിന് വേണ്ടിയുള്ള സ്റ്റോക്സ് ആണ്. ഇപ്പോൾ ആരും റിസഷൻ ആയതുകൊണ്ട് ആരും സോപ്പ് മേടിക്കാൻ നിർത്തത്തില്ല. പിന്നെ നമ്മുടെ ഷേവിംഗ് സെറ്റ് വാങ്ങുവാൻ നിർത്തത്തില്ല. പിന്നെ ചില FMCG സ്റ്റഫ്സ് ഉണ്ടല്ലോ, ഇതൊന്നും ആരും നിർത്തുന്നില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ. അതുകൊണ്ട് ആ സ്റ്റോക്സ് ക്രാഷ് ആകുവാൻ ചാൻസ് ഇല്ല. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഫാർമസ്യൂട്ടിക്കൽസ്. ഫാർമസ്യൂട്ടിക്കൽസ് ഈസ് നോട്ട് ഗോയിങ് ടു ക്രാഷ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ അമേരിക്ക തന്നെ ഫാർമസ്യൂട്ടിക്കൽസിന് വേണ്ടി ട്രംപ് ചുമ്മാതൊക്കെ ചില പൊട്ടത്തരം വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ഹി ഈസ് നോട്ട് ഗോയിങ് ടു പുട്ട് ഫാർമസ്യൂട്ടിക്കൽസ് ഇൻ ട്രബിൾ. ഇന്ത്യയിലും അതൊക്കെ തന്നെയാണ്. ഇപ്പം റിസഷൻ ആയതുകൊണ്ട് മനുഷ്യർക്ക് രോഗം വരാതിരിക്കുമോ? ഇല്ല, രോഗം വരേണ്ടത് വന്നിരിക്കും, പല പ്രശ്നങ്ങൾ വരേണ്ടത് വന്നിരിക്കും. ഇവിടെ എല്ലാം ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ ഫാർമസി നടന്നുകൊണ്ടിരിക്കും. റിമെമ്പർ ദാറ്റ്. പിന്നെ മറ്റേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ, എനർജി, യൂട്ടിലിറ്റി സെക്ടറില്ലേ, അതും ലെസ് ഇമ്പാക്റ്റഡ് ആകും. അത് ലെസ് ഇമ്പാക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും വലിയ ഇമ്പാക്റ്റ് വരത്തില്ല. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ചിലവാക്കുന്നത് നമ്മൾ നിർത്തുമോ? ഇല്ല. ചിലപ്പോൾ നമ്മുടെ AC ഒക്കെ ഓടിപ്പിക്കുന്നത് ഇച്ചിരിയൊക്കെ നമ്മൾ നിർത്തിയെന്നിരിക്കും ചില കാലങ്ങളിൽ. ബട്ട് സ്റ്റിൽ അത് ഇപ്പോൾ അനിവാര്യമായി വന്നിരിക്കുകയാണ്. അങ്ങനെയൊക്കെ യൂട്ടിലിറ്റീസ് സെക്ടറിനകത്ത് ഉള്ള സ്റ്റോക്സ് ഉണ്ടല്ലോ, യു ക്യാൻ ഹോൾഡ് ആൻഡ് റാദർ ബൈ ഇൻക്രീസ് വെൻ ദർ ഇസ് എ ഡിപ്പ്. പിന്നെ ITC പോലുള്ള കമ്പനി, ITC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവലാണ്. പുകവലിയും ഉണ്ട്, FMCGയും ഉണ്ട്. പുകവലിക്കുന്ന ആൾക്കാർ നിർത്തുമോ? പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ നിർത്തുമോ? ഇല്ല, ദേ വിൽ നോട്ട്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും റിസഷൻ എഫക്റ്റഡ് അല്ല. ഇപ്പം ഞാൻ എപ്പോഴും കണ്ടിയ സാധനമാണ് നമ്മുടെ പണ്ടത്തെ ബജറ്റ്സിനകത്തൊക്കെ എപ്പോഴും ടൊബാക്കോയ്ക്ക് എക്സ്ട്രാ ടാക്സസ് ഇട്ടുകൊണ്ട് കൊടുക്കും. പക്ഷെ എത്ര എക്സസ് ടാക്സസ് ഇട്ടാലും the cost of the cigarette is not coming down and neither is the consumption going down. ഈ സിഗരറ്റ് പുക വലിച്ചുകൊണ്ടിരിക്കും. അത് വളരെ മിനിമൽ ആയിട്ടുള്ള ആൾക്കാരെ അത് നിർത്തുന്നുള്ളൂ. പക്ഷേ പുതിയ സെറ്റ് ഓഫ് കൺസ്യൂമർ വന്ന് അത് റീപ്ലേസും ചെയ്ത് അതിനെക്കാട്ടി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചില സേഫ് സ്റ്റോക്സ് ആണ്, ഈവൻ ഇൻ എ റിസഷൻ മാർക്കറ്റ്. ഇപ്പോൾ നമ്മുടെ ട്രംപ് സാറിൻ്റെ ഈ കഥ കഴിഞ്ഞിട്ട് ചില അൺസേഫ് സ്റ്റോക്സും കൂടെ ഉണ്ട്. അൺസേഫ് സ്റ്റോക്സിൽ നിങ്ങൾ വലിയതായിട്ട് ഇൻവോൾവ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഞാൻ പറയാം എന്തൊക്കെയാണ്. ബാങ്കിങ് സ്റ്റോക്സ്, ഇപ്പോൾ നമ്മുടെ HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്സ്, ഈ ബാങ്കൊക്കെ വളരെ നല്ല സ്റ്റോക്സ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ NPAക്കകത്ത് ഇടിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്സിനാണ് ഡ്യൂറിങ് എ റിസഷൻ മാർക്കറ്റ്. അതുകൊണ്ട് ബാങ്കിങ് സ്റ്റോക്സിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഉള്ളത് വിൽക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ബട്ട് ഡോണ്ട് ആഡ് ടു ദിസ് സ്റ്റോക്സ് വെൻ ദ റിസഷൻ ഈസ് ഹാപ്പനിങ്. പിന്നെ IT സെക്ടറിൻ്റെ കമ്പനീസ്, ഇൻഫോസിസ്, വിപ്രോ, TCS, മഹീന്ദ്ര, അങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ഉണ്ടല്ലോ, ഡോണ്ട് ടച്ച് ഇറ്റ്. നിങ്ങളുടെ കയ്യിലുണ്ടോ? വിൽക്കേണ്ട കാര്യമില്ല. ലെറ്റ് ഇറ്റ് ബി ദർ, ബട്ട് ഡോണ്ട് ആഡ് ടു ഇറ്റ്. അതുപോലെ തന്നെയാണ് ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ് എന്നൊക്കെ പറഞ്ഞ കമ്പനീസ്. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു പ്രോസ്പർ ഫോർ ടിൽ ദ എൻഡ് ഓഫ് റിസഷൻ. ബിക്കോസ് അതൊക്കെ ഡിസ്ക്രിഷണറി പേയ്മെൻറ്റ്സിലാണ് ആൾക്കാർ അത് വാങ്ങുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ റിസഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ നമ്മൾ ഫിനാൻസസ് ഒക്കെ മാനേജ് ചെയ്യുമ്പോൾ നമ്മളാരും ലോൺ എടുത്തിട്ട് ദർ വിൽ ബി എക്സെപ്ഷൻസ്. പക്ഷേ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ലോൺ എടുത്തിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ വെഹിക്കിൾസ് ഒക്കെ വാങ്ങുമോ എന്നുള്ള കാര്യം
മാർക്കറ്റ് തന്നെ പറയുന്നത് ദാറ്റ്സ് നോട്ട് പോസിബിൾ. സോ ദീസ് ആർ സ്റ്റോക്സ് വിച്ച് വിൽ ഗോ ഇൻ റിസഷൻ. പിന്നെ അഡാനിയുടെ ഫ്രണ്ട്സ് എന്നോട് ക്ഷമിക്കണം, അഡാനിയുടെ സ്റ്റോക്സും താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. റീസൺ എന്താണെന്നറിയാവോ? ബിക്കോസ് അത് അൺസർട്ടനിറ്റി ഹൈ ഉള്ള സ്റ്റോക്കാണ് അഡാനിയുടെ. അതും താഴോട്ട് തന്നെ പോകാനുള്ള ചാൻസസ് ആണ്. ആ കാര്യം ഈ ചില സ്റ്റോക്സും സെക്ടർസും ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഞാനീ പറഞ്ഞതിൽ ഒക്ടോബർ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം വരെ റിസഷനൊക്കെ നിലനിൽക്കും. അത് കഴിഞ്ഞിട്ട് ഈ വേൾഡ് എക്കണോമി വടക്കോട്ട് തിരിച്ചു പോകുമെന്ന് പറയുന്നതിൻ്റെ കാരണം രണ്ടുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രംപ് സാറില്ലേ, അദ്ദേഹം ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ചില ആർട്ടിക്കിൾസിനകത്തൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓൾറെഡി അമേരിക്കയുമായിട്ട് 70 രാജ്യങ്ങളാണ് ട്രേഡ് ഡീൽസ് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈനയുള്ളൂ ഇച്ചിരി മർക്കട മുഷ്ടി പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് അവൈറ്റിംഗ് ചൈനാസ് കോൾ ടു ഡിസ്കസ് ടാരിഫ്സ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ചൈനയും വിളിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചൈന ഇങ്ങനെ മർക്കട മുഷ്ടി പിടിച്ചിരിക്കുകയാണ്. ബട്ട് ഫൈനലി ചൈനയും അമേരിക്കയും കൂടെ ഒരു ഡിസ്കഷൻ നടക്കും. അതോടുകൂടെ ഈ ടാരിഫ് കംപ്ലീറ്റ്ലി പോകത്തൊന്നുമില്ല. പക്ഷേ ഈ ഹൈ ചൈനയുടെ മുകളിൽ 54, 104% എന്നൊക്കെ പറയുന്ന അതൊക്കെ അങ്ങ് മാറും. പിന്നെ ഒരു മോഡറേറ്റ് ലെവലിൽ വന്നിട്ട് അതൊരു നെഗോഷിയേഷനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്റ്റെബിലൈസ് ആകും. പിന്നെ ഇതിനെക്കുറിച്ച് രണ്ടാമത്തെ ഒരു കേസുണ്ട്. നമ്മുടെ ഇലോൺ മസ്ക് ചേട്ടനുണ്ടല്ലോ, ട്രംപുമായിട്ട് ഭയങ്കര കൂട്ടും ചങ്ങാതിത്തം ഒക്കെ നടത്തുന്നയാള്. അദ്ദേഹം പ്ലേറ്റ് മാറ്റി പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ട്രംപിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറേ ഈ ടാരിഫ് പരിപാടിയൊക്കെ നിർത്ത്, അത് എനിക്കാണ് ദോഷം ചെയ്യുന്നത്. ബിക്കോസ് ഇലോൺ മസ്കിൻ്റെ ടോട്ടൽ വാല്യൂന്ന് ഇറോഡ് ഭയങ്കരമായിട്ട് ഓൾമോസ്റ്റ് $150 ബില്യൺ ഇറോഡായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏതാണ്ട് $460-470 ബില്യൺ ഉണ്ടായിരുന്നു. ഇപ്പം 300 വന്ന് കിടക്കുകയാണ്. കാരണം എന്താണ്? ഈ ടാരിഫ് കാരണം ചൈനയിലും ഉണ്ട് ഇലോൺ മസ്കിന് ഭയങ്കരമായിട്ടുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്. ഈ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ചൈനയിലിരിക്കെ ചൈനയിൽ നിന്ന് അമേരിക്കയിലോട്ട് എങ്ങനെയാണ് കാർസ് കൊണ്ടുവരുന്നത്? ടെസ്ല കാർസ് ഇമ്മീഡിയറ്റ്ലി 104% വെച്ച് അടിച്ച് കയറ്റാൻ പോകുന്നത്. ഇതൊക്കെ ഇലോൺ മസ്കിന് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിലും കേസൊക്കെ അതൊക്കെ തന്നെയാണ്. നിങ്ങൾക്കറിയാവോ, ഇലോൺ മസ്കിൻ്റെ ടെസ്ല യൂറോപ്പിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ അതിൻ്റെ ഭയങ്കര ഇടിവ് നടന്നിട്ടുണ്ട്. ആ ഇടിവ് കാരണം ടെസ്ല ഇപ്പോൾ 2ാമത്തെ സ്ഥാനത്ത് പോയിരിക്കുകയാണ്. അതിനെക്കാട്ടിലും കൂടുതൽ ഡേഞ്ചറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിലെ BYD എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് യൂറോപ്പിലെ ഏറ്റവും ഹയസ്റ്റ് സെല്ലിംഗ് EV വെഹിക്കിൾസ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. BYD പുതിയൊരു ടെക്നിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 5 മിനിറ്റിൽ ചാർജ് ചെയ്ത് തരാം. 470 കിലോമീറ്റർ വരെ ആ ചാർജ് 5 മിനിറ്റിൽ എടുക്കുന്നത് കൊണ്ടുപോകുന്നുള്ള കാര്യം. അത് ടെസ്ലയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആ പരിപാടി. അതുകൊണ്ട് നാച്ചുറലി ആൾക്കാർ ടെസ്ല വിട്ടിട്ട് BYDയിലോട്ട് പോകും. വേറെ ഒരു കാര്യം, ടെസ്ല മോഡൽ 3 അത് ഭയങ്കര ഹൈ കോസ്റ്റ് ഉള്ള വെഹിക്കിളാണ്. അതിൻ്റെ കമ്പാരിറ്റീവ്ലി ഉള്ള BYD ഭയങ്കര ലോവറാണ്. ഈവൻ ഇൻഫാക്ട് BYDയുടെ ഏറ്റവും ചീപ്പസ്റ്റ് കാർസ് ദാറ്റ് ഈസ് $10,000 ഇക്വലൻ്റ് ആണ്. $10,000 ഇക്വലൻ്റ്. അങ്ങനെയാണ് ചൈന മാനുഫാക്ചർ ചെയ്ത് പല കൺട്രീസിലോട്ട് അവരുടെ ചീപ്പ് ഗുഡ്സ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ടാറ്റയുടെ ചീപ്പസ്റ്റ് EV വെഹിക്കിൾ ഉണ്ടല്ലോ, അത് വരെ $15,000 ഇക്വലൻ്റ് വരുന്നുണ്ട്. പക്ഷെ അന്നേരം BYDയുടെ കാർസ് ഇന്ത്യയിലോട്ട് വന്നാലും ടാറ്റയൊക്കെ കൊന്നുപോകും. ഇറ്റ് വിൽ ടോട്ടലി ക്രഷ് ഇന്ത്യൻ EV മാർക്കറ്റ്. ടാറ്റയുടെയും മഹീന്ദ്രയുടെയും ഒക്കെ EV മാർക്കറ്റിനെ ടോട്ടൽ ക്രഷ് ഔട്ട് ചെയ്യും. അത് മോദി സാർ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ഈ 2 കാര്യങ്ങൾ കാരണം ഐ തിങ്ക് ട്രേഡ് വാർ ഇത്ര ഹൈ പിച്ചിൽ പോയെങ്കിലും ഇറ്റ് വിൽ ബി കൺട്രോൾഡ് ബൈ ഡിസംബർ. പിന്നെ ഞാനൊരു പ്രവാചകനൊന്നുമല്ല, എൻ്റെ ഒരു അനലിസിസ് ആണിത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുവാനായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ആൻഡ് ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ്ഡ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അന്നേരം പുതിയ വീഡിയോസ് ഇറങ്ങുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എളുപ്പത്തിൽ തന്നെ കിട്ടും. ടിൽ വി മീറ്റ് അഗൈൻ. പീസ്.